ഓക്കെ ഓക്കെ. അപ്പോൾ ഹക്കിൾബറി ഫിൻ എന്താണ്? ടോം സോയർ എന്തായിരുന്നു? ഇറ്റ് വാസ് അഡ്വഞ്ചറസ് ട്രാവൽ ഓഫ് ടോം അല്ലേ? ടോം സോയറിൻ്റെ അഡ്വഞ്ചറസ് ട്രാവലാണ്. ഇറ്റ് ഡെപ്പിക്ട്സ് ദ ലൈഫ് ഓഫ് അമേരിക്ക ഇൻ ദാറ്റ് സെഞ്ചുറി, ഇൻ ദാറ്റ് 19th century. ഓക്കെ. പിന്നെ ഹക്കിൾബറി ഫിൻ പബ്ലിഷ്ഡ് in 1884 is often considered Twain's masterpiece and is widely regarded as landmark in American literature. The novel follows the adventures of Huck, a young boy who runs away from his abusive father and sets off down the Mississippi River with the escaped slave Jim. ഈ ഹക്കിൻ്റെ ഫാദർ ഉണ്ടോ? ഹക്കിൻ്റെ ഫാദറിൻ്റെ പേരെന്തായിരുന്നു? എന്തായിരുന്നു? പാപ്പ്. അതന്നെ ഫാദറിൻ്റെ പേര് പാപ്പ്. ഭയങ്കര ഇയാൾ അബ്യൂസീവ് ആയിരുന്നു. ഇവർക്ക് കുറച്ച് പൈസ കിട്ടും. ആ പൈസക്ക് വേണ്ടിയിട്ട് ഇയാൾ കോർട്ടിൽ പോയിട്ട് വാദിക്കും. എന്നിട്ട് ഇവനെ കൊണ്ടുപോയി ജയിലിലേക്ക് ഒരു റൂമിലേക്ക് അടച്ച് പൂട്ടും. എന്നിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഇവനും ജിം എന്ന് പറഞ്ഞ രണ്ട് സ്ലേവ്സാണ്. ഇപ്പോൾ രണ്ടുപേരും കൂടി ഇങ്ങനെ പോകുന്ന ഒരു കഥയാണ് ആ അഡ്വഞ്ചേഴ്സ് ഓഫ് ഹക്കിൾബറി ഫിൻ എന്ന് പറയുന്ന ആ ഒരു നോവൽ കേട്ടോ. വലിയ നോവലാണ്. ദ നോവൽ ഈസ് നോൺ ഫോർ എക്സ്പ്ലോറേഷൻ ഓഫ് തീംസ് സച്ച് എസ് റേസ്, സ്ലേവറി ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ ഓർത്ത് നോക്കുക. ഹക്കിൾബറി ഫിൻ വരുന്നത് 1884 ടോം സോയർ വരുന്നത് 1876 ടോം സോയർ വരുന്നത്. രണ്ടും വരുന്നത് 2 വർഷങ്ങളിലാണ്. ഇറ്റ് വാസ് സീക്വൽ നോവൽ ഓഫ്, രണ്ടും ഒരേ ഇത് പറയുന്ന നോവലാണ് കേട്ടോ. സീക്വൽ നോവലുകളാണ്. ആദ്യം ടോം സോയർ വന്നതിന് ശേഷം ഹക്കിൾബറി ഫിൻ വന്നു. ക്ലിയർ അല്ലേ? ഇതിൽ ഒരു പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴൊന്നല്ല, കുറേ മുന്നേ ചോദിച്ചതായിരുന്നു. ഹക്കിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സ്ലേവിൻ്റെ പേരെന്താ? എന്താ? ജിമ്മാണ് കേട്ടോ. ഹക്കും ജിമ്മുമാണ്, മറന്നു പോകണ്ട. ഇനി ക്ലാസ് പോയിക്കണം, മേപ്പിട്ട് നോക്കി നിൽക്കരുത് ആരും. ഇനി അടുത്ത് ജെയിംസ് ജോയ്സിൻ്റെ ഒരു കാര്യം എപ്പോഴും ഓർത്ത് വെക്കേണ്ടതായിട്ട് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞ ടെക്നിക്ക്. എന്താ ടെക്നിക്ക് എന്ന് പറഞ്ഞത്? വാട്ട് ടെക്നിക്? ജെയിംസ് ജോയ്സ് 1882 1941 വാസ് എൻ ഐറിഷ് നോവലിസ്റ്റ് കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ജെയിംസ് ജോയ്സിൻ്റെ ഒറിജിനെ ഒക്കെ നമ്മൾ ഓർത്ത് വെക്കണേ. റൈറ്റേഴ്സിൻ്റെ ഒറിജിൻ, അവർ ഏത് രാജ്യക്കാരെന്ന് കറക്റ്റും ഓർമ്മ ഉണ്ടായിരിക്കണം. ഐറിഷ് പ്ലേ റൈറ്ററാണ് ആര്? ജെയിംസ് ജോയ്സ്. ഓക്കെ. WB ഈറ്റ്സോ? വില്യം ബട്ട്ലർ ഈറ്റ്സ് ഏത് രാജ്യക്കാരനാ? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വില്യം ബട്ട്ലർ ഈറ്റ്സ് ഏത് രാജ്യക്കാരനാ? ഒരു ഐറിഷ് അയർലൻഡേരനാണോ? WB ഈറ്റ്സ് അയർലൻഡേരനാണ്. WB ഈറ്റ്സിനെ പറ്റി പറയുമ്പോൾ ഒരു തിയേറ്റർ പറയും. ആ തിയേറ്ററിൻ്റെ പേരെന്തായിരുന്നു? അല്ല, ഇതിൽ ആ ലിറ്ററേച്ചർ പഠിക്കാത്ത ആൾക്കാരാണ് മൊത്തത്തിലുള്ളത്. അറിയേണ്ട സംഭവങ്ങൾ മക്കളെ. തിയേറ്റർ ഓഫ് ഏതാ? ഒരു തിയേറ്റർ പഠിക്കാണ്ടോ നിങ്ങൾക്കൊരു ടാസ്ക് അറ്റ്ലസ് ചെയ്യുക കേട്ടോ. ആ ടാസ്ക് കണ്ടിട്ട് വരിക. ആ ഏത് തിയേറ്ററുമായിട്ടാണ് WB ഈറ്റ്സ് ബന്ധപ്പെട്ടിരിക്കുന്നത് അതൊന്ന് നോക്കിയിട്ട് വരിക അടുത്ത ക്ലാസ്സിൽ. പിന്നെ ഇയാളൊരു മെയിൻ ടോപ്പിക്, ഒരു മെയിൻ ഇതാണെന്ത് ടെക്നിക്കാണെന്ത്? സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ്. എന്താണ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ്? എന്താണ്? അതായത് ഈച്ച് ആൻഡ് എവറിത്തിങ് ഉണ്ടാവും അവരുടെ നോവലുകളിൽ. അതായത് ഇപ്പോൾ ഒരു ലേഡി ഒരു പൂ പറിക്കാൻ പോകുകയാണെങ്കിൽ ആ പൂ പറിക്കുന്നതുകൂടെ ആ നോവൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ളൊരു സീരീസ് ഓഫ് ഇവൻറ്റ്സ് ആണ് എന്ത്? സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ടെക്നിക്ക് കേട്ടോ. പിന്നെ ഇയാൾ കുറച്ച് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. WNS പോർട്രേറ്റ് ഓഫ് ദി ആർട്ടിസ്റ്റ് ആസ് എ യങ് മാൻ ഇമ്പോർട്ടൻ്റ് ആണ്. 2 പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എ പോർട്രേറ്റ് ഓഫ് ദി ആർട്ടിസ്റ്റ് ആസ് എ യങ് മാൻ, സെമി ഓട്ടോബയോഗ്രഫിക്കൽ നോവൽ ദാറ്റ് ഫോളോസ് ദ പ്രൊട്ടാഗണിസ്റ്റ് സ്റ്റീഫൻ ഡെഡാലസ് ഫ്രം ചൈൽഡ്ഹുഡ് ടു യങ് അഡൾട്ട്ഹുഡ്. അത് ചോദിച്ച ക്വസ്റ്റ്യൻ ഇതായിരുന്നു. അതിലെ ക്യാരക്ടർ പേര് ചോദിച്ചു. സ്റ്റീഫൻ ഡെഡാലസ് ആണ്. കാരണം ബിക്കോസ് ഇറ്റ്സ് എ സെമി ഓട്ടോബയോഗ്രഫി വർക്കാണ് അദ്ദേഹത്തിൻ്റെ. ആരുടെ? ജെയിംസ് ജോയ്സിൻ്റെ സെമി ഓട്ടോബയോഗ്രഫി വർക്കാണ്. ഏത് വർക്കാ? എ പോർട്രേറ്റ് ആർട്ടിസ്റ്റ് ആസ് എ യങ് മാൻ കേട്ടോ. അതിൽ വരുന്ന ക്യാരക്ടർ പേരാണെന്ത്? സ്റ്റീഫൻ ഡെഡാലസ്. മറന്നു പോകണ്ട. യുലീസസ് വേറെ ആൾ എഴുതിയിട്ടുണ്ട്. ആരാ യുലീസസ് എഴുതി? വേറെ പോയിട്ടാരാ? ആൽഫ്രഡ് ലോർഡ് ടെന്നിസൺ. ഓക്കെ, ടെന്നിസൺ ആണ് അടുത്ത യുലീസസ് കേട്ടോ. യുലീസസ് കൺസിഡേർഡ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ഓഫ് മോഡേൺ ലിറ്ററേച്ചർ. യുലീസസ് ഫോളോസ് എക്സ്പീരിയൻസ് ഓഫ് ലിയോപാർഡ് ബ്ലൂം ആൻഡ് സ്റ്റീഫൻ ഡെഡാലസ് ഓവർ ദി കോഴ്സ് ഓഫ് ദിസ് സിംഗിൾ ഡേ ഇൻ ഡബ്ലിൻ. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അടുത്ത് Finnegan's Wake is Joyce's final and most challenging work. Finnegan's Wake is a complex multilingual novel that explores themes of identity and the nature of language. Finnegan's Wake important ആണ്. Portrait of the artist of young man important ആണ്. Ulysses important ആണ്. അതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചാണ് കേട്ടോ. മറന്നു പോകേണ്ടതൊന്നും ഓർമ്മയിലുണ്ടായിക്കോട്ടെ. അദ്ദേഹത്തിന് സെമി ഓട്ടോബയോഗ്രഫി വർക്കാണ് എന്ത്? എ പോർട്രേറ്റ് ഓഫ് ദ ആർട്ടിസ്റ്റ് ആസ് എ യങ് മാൻ. അതിലും ക്യാരക്ടർ പേരെന്തായിരുന്നു? സ്റ്റീഫൻ ഡെഡാലസ് ആയിരുന്നു ക്യാരക്ടർ പേര്. പിന്നെ ഫിനിഗൻസ് വേക്ക് ഇയാളുടെ വർക്കാണ്. അതുപോലെ തന്നെ യുലീസസും ഇയാളുടെ വർക്കാണ്. Then what is stream of consciousness? Stream of consciousness is a narrative technique that is used to depict the flow of thoughts and feelings of a character as they occur in real time. നമ്മൾ
ഒരു റിയൽ ഇതിൽ നമ്മളിങ്ങനെ പോകുന്ന പോലെ റിയൽ ടൈം ഇങ്ങനെ പോകുന്ന പോലെ ആ ഒരു ഫ്ലോ ഉണ്ടാവും. അതാണ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ടെക്നിക്ക്. വിത്തൗട്ട് എനി ലോജിക്കൽ ഒരു ക്രോണോളജിക്കൽ സീക്വൻസ്. ലോജിക്കും ക്രോണോളജിക്കൽ സീക്വൻസ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ എന്തോ അവിടെ ഒന്നും ചോദിക്കാൻ പാടുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് വരിക. ഓക്കെ. This technique aims to imitate the way our minds work by representing the reader with a continuous flow of thoughts, feelings and sensations. ഇത്രയാണ് കേട്ടോ. പിന്നെ ഈ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ്സിൻ്റെ ആൾക്കാരെ പഠിച്ചു വെക്കണം, ഓർച്ച് വെക്കണം, മറന്നു പോയത് ആരൊക്കെയാണ്? ജെയിംസ് ജോയ്സ് ഉണ്ട്, വിർജീനിയ വൂൾഫ് ഉണ്ട്, ആൻഡ് വില്യം ഫോക്നർ ഉണ്ട്. പിന്നെ വേറെ അത്രയും ആൾക്കാരുള്ളൂ കേട്ടോ. ജെയിംസ് ജോയ്സ്, വിർജീനിയ വൂൾഫ് ആൻഡ് വില്യം ഫോക്നർ. അടുത്തത് എഴുതിക്കോളി. പിക്ക് ഔട്ട് ദ നോവൽ റിട്ടേൺ ഇൻ ദ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് മോഡ് ബൈ എ വുമൺ റൈറ്റർ. വുമൺ റൈറ്റർ എഴുതിയാണ് യുലീസ്. വുമൺ റൈറ്റർ അല്ല, യുലീസ് ആരെഴുതിയതാ? ജെയിംസ് ജോയ്സിൻ്റെ വർക്കാണ്. പിന്നെ അടുത്ത് ഫ്രാങ്കൻസ്റ്റീൻ എഴുതിയ ഫ്രാങ്കൻസ്റ്റീൻ ആരെഴുതിയതാ? സയൻസ് ഫിക്ഷനാണ്. ബി ഷെല്ലിയുടെ ഭർത്താവിൻ്റെ ഭാര്യയായ മേരി ഷെല്ലിയുടെ വർക്കാണ്. മേരി ഷെല്ലി ആരെ മോളാ? മേരി ഷെല്ലി ആരെ മോളാ? ഇതൊക്കെ നമ്മൾ അറിയണം. ആരെ മോളാ മേരി ഷെല്ലി? എ വിൻഡിക്കേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മാർഗരറ്റോ? വിൻഡിക്കേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് വിമൻ എഴുതിയ പോയിറ്റിൻ്റെ പേരെന്താ? ഓർമ്മയില്ലേ? അതായത് ഫെമിനിസ്റ്റിൻ്റെ ആ ഫെമിനിസ്റ്റിൻ്റെ ആ ഇത് വരുന്നൊരു പോയിറ്റാണ്. ഓർത്ത് നോക്കടോ. ഈ മേരി ഷെല്ലിയുടെ അച്ഛനും കുറച്ച് ഇമ്പോർട്ടൻ്റാ, റൈറ്റർ തന്നെ ആളും. അതും അടുത്ത മേരി ഷെല്ലിയുടെ അച്ഛനാ പി ബി ഷെല്ലി. മേരി ഷെല്ലിയുടെ അമ്മ ആരായിരുന്നു? അത് അടുത്ത കണ്ടെത്തി വരാം കേട്ടോ. സെർച്ച് ചെയ്ത് നോക്കുക. വെൻഡിക്കേഷൻ ഓഫ് റൈറ്റ്സ് ഫോർ വുമൻ എന്നുള്ള വർക്ക് ചെയ്താരാ? അവൻ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടും നമുക്ക്. ആ ആളാണ് മേരി ഷെല്ലിയുടെ അമ്മ. അപ്പോൾ ഇതിലാരാണ്? ഇപ്പോൾ ഫ്രാങ്കൻസ്റ്റീൻ മേരി ഷെല്ലി അല്ല സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ്. അടുത്ത സെൻസ് ആൻഡ് സെൻസിബിലിറ്റി ആരാ? സെൻസ് ആൻഡ് സെൻസിബിലിറ്റി ജെയിൻ ഓസ്റ്റൻ. ജെയിൻ ഓസ്റ്റന് സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് എഴുതുന്ന ആളാണോ? അല്ല. ടു ദ ലൈറ്റ് ഹൗസ് ആരാ? വിർജീനിയ വൂൾഫ്. സോ വി ഗോട്ട് ആൻസർ റൈറ്റ്. ആരാ? ടു ദി ലൈറ്റ് ഹൗസ് ആണ് അതിലെ ആൻസർ. വിർജീനിയ വൂൾഫ്. വെരി ഗുഡ്, സിമ്പിൾ. ഞാൻ ഈ സ്ലൈഡ് എടുക്കാതെ മുന്നേ പറഞ്ഞു പോയ സാധനം എടുക്കാതെ കേട്ടോ. അതുള്ള സെയിം സാധനം എപ്പോഴും വരും. അത് മിക്കവാറും രണ്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതേ കയറാം അല്ലല്ലേ? അതിൽ സ്ട്രീം ഓഫ് കോൺഷ്യസ്നസിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് പറയുന്നത് യുലീസസ്, ജെയിംസ് ജോയ്സിന് യുലീസസ്. അതേപോലെ തന്നെ പിന്നെ എക്സ്പീരിയൻസ് ഓഫ് വേരിയസ് ക്യാരക്ടേഴ്സ് ഓഫ് ദ കോഴ്സ് ഓഫ് സിംഗിൾ ഡേ. അതർ നോട്ടബിൾ എക്സാമ്പിൾ ഫോർ ഇൻക്ലൂഡ് വിർജീനിയ വൂൾഫിൻ്റെ മിസ് ഡാലോവേ. അതുപോലെ ടു ദ ലൈറ്റ് ഹൗസ്. പിന്നെ വില്യം ഫോക്നറുടെ ദ സൗണ്ട് ആൻഡ് ദ ഫ്യൂരി ആൻഡ് സാമുൽ ബെക്കേറ്റ്സിൻ്റെ മൊളോ. ഇതൊക്കെ എന്താണ്? ഇത് എക്സാമ്പിൾ ഓഫ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ടെക്നിക്ക് ഉപയോഗിച്ച് എഴുതിയ വർക്കുകളാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യന് നമ്മുടെ വെയിറ്റിംഗ് ഫോർ ഗോദോ ഇല്ലേ? വെയിറ്റിംഗ് ഫോർ ഗോദോ അബ്സോർഡിസ്റ്റ് ഡ്രാമ. അത് എഴുതിയ ലാംഗ്വേജ് ഏതായിരുന്നു? ബെക്കറ്റ് ചെയ്ത ലാംഗ്വേജ് ഏതായിരുന്നത്? വില്യം ബെക്കറ്റ് ചെയ്ത ലാംഗ്വേജ് കഴിഞ്ഞ പ്രാവശ്യത്തെ ഒറ്റ ക്വസ്റ്റ്യനാണ് കേട്ടോ. അത് ഫസ്റ്റ് ചെയ്ത ലാംഗ്വേജ് ഫ്രഞ്ചിലാണ് കേട്ടോ. പിന്നെ അയാൾ തന്നെ എന്ത് ചെയ്താണ്? അത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇറ്റ് വാസ് റിട്ടൺ ഇൻ വിച്ച് ലാംഗ്വേജ്? ഫ്രഞ്ച് ലാംഗ്വേജിലാണ് ഫസ്റ്റ് സാധനം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓർത്തൊക്കെ മറന്നു പോകരുത്. അടുത്ത ക്വസ്റ്റ്യന് ഹൂ അമംഗ് ദ ഫോളോയിങ് വാസ് നോട്ട് നോൺ ആസ് എ ലേക്ക് പോയറ്റ്. ലേക്ക് പോയറ്റ് ഞാൻ പല പ്രാവശ്യം പറഞ്ഞാണ് ഈ ക്വസ്റ്റ്യൻ. ഞാൻ വേഗം പറയും. ഷെല്ലിയാണ്. ബാക്കി എല്ലാവരും എന്താണ്? ലേക്ക് പോയറ്റുകളാണ് അല്ലേ? വെരി ഗുഡ്. എന്താ ലേക്ക് പോയറ്റ് എന്താണ്? ദ ലേക്ക് പോയറ്റ്സ് വേർ എ ഗ്രൂപ്പ് ഓഫ് ഇംഗ്ലീഷ് പോയറ്റ്സ് ഹൂ ലിവ്ഡ് ഇൻ ദ ലേക്ക് ഡിസ്ട്രിക്ട് റീജിയൻ. ഇംഗ്ലീഷ് ഇമ്പോർട്ടൻ്റ് എല്ലാം മുന്നേ പറഞ്ഞതാണ്. Wordsworth is perhaps the most famous of the Lake poets, and his most famous works include the Prelude, Indian Abbey, and the Prelude-ന്റെ മറ്റൊരു പേരെന്തായിരുന്നു? ആരാ? Prelude-ന്റെ മറ്റൊരു പേരെന്താ? എന്താണ് മക്കളെ Prelude-ന്റെ മറ്റൊരു പേര്? പോയം ടു കോൾറിഡ്ജ് കേട്ടോ, മറന്നു പോകണ്ട. പിന്നെ അത്ര തന്നെ പറയാനുള്ളൂ. പിന്നെ ഹൂ അമംഗ് ദി ഫോളോയിങ്. അടുത്ത ക്വസ്റ്റ്യന് ഐഡൻറ്റിഫൈ ദ റോങ് സ്പെൽഡ് വേർഡ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും കേട്ടോ. ഈ നമുക്ക് എവിടെയും കിട്ടാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആർക്കും കിട്ടില്ല ക്വസ്റ്റ്യൻസ്. അങ്ങനത്തെ ക്വസ്റ്റ്യൻ എന്തായാലും ടെക്നിക് എക്സാമിന് ഉണ്ടാവും. അതാണ് വീഡിയോ നിവർത്തിയുള്ളൂ. പിന്നെ കറക്കി കുത്താൽ കിട്ടിയാൽ കിട്ടി പോയാൽ പോയി, അത്രേ ഉള്ളൂ.
ഇതിലേതാ? ഇങ്ങനത്തെ വാക്ക് നമ്മൾ കേട്ടിട്ട് തന്നെ ഉണ്ടാവില്ല അല്ലേ? ഞാനും കേട്ടിട്ടില്ല. ഞാനും ആദ്യം കാണും ഇങ്ങനത്തെ വാക്കുകളൊക്കെ. എന്തായാലും ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കണം എക്സാമിന്. എന്തൊക്കെയാ അതിന് ആൻസറേ? ഇത് മിമിക്സ് ആണ് ആൻസർ കേട്ടോ. ആ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ അബൌട്ട് സ്പെൻസീരിയൻ സ്റ്റാൻസ? ഓർമ്മ ഉണ്ടോ? പഠിപ്പിച്ചെന്ന് സോണിൻ്റെ പഠിപ്പിച്ചപ്പോൾ ഓർമ്മ ഉണ്ടോ? സ്പെൻസീരിയൻ സോണ്ട് പഠിച്ച ഓർമ്മ ഉണ്ടോ നമുക്ക് എല്ലാവർക്കെങ്കിലും? ആ, എന്നാ പറയും. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ അബൌട്ട് സ്പെൻസീരിയൻ സ്റ്റാൻസ? എന്താ ലാസ്റ്റ് ഉറപ്പാണല്ലോ. ദ ഫോം വാസ് ഇൻവെന്റഡ് ബൈ എഡ്മണ്ട് സ്പെൻസർ ആണല്ലോ. ലാസ്റ്റ് ഓപ്ഷൻ കറക്റ്റ് ആണോ? ഡി. ആ, റൈം പാറ്റേൺ നോക്കി. എ ബി എ ബി എന്ന് പറഞ്ഞു ഓർമ്മ ഉണ്ടോ? ഒരു റൈം, ഒരു പ്രത്യേക റൈം പാറ്റേൺ ആണ് ഉപയോഗിക്കുന്നത്. ഇന്റർലോക്ക്ഡ് കോട്രൻസ് ഉപയോഗിക്കുന്നത്. ഇത് ഇന്റർലോക്ക് കോട്രൻസ് ആണോ? റൈം പാറ്റേൺ പറയും. എന്താ റൈം സ്കീം എന്തായിരുന്നു അതിന്റെ? അതാണ് ഇന്റർലോക്ക് കോട്രൻസ്. ഞാൻ പ്രത്യേകം പറഞ്ഞു നോക്കിയാണ്. ഇന്റർലോക്ക് കോട്രൻസ് എന്താ? ഇന്റർലോക്ക് കോട്രൻസ് എന്താ? ഫസ്റ്റ് കോട്രൈൻ്റെ ലാസ്റ്റ് ലൈൻ, ലാസ്റ്റ് വരുന്ന റൈം അടുത്ത കോട്രൈൻ്റെ സ്റ്റാർട്ടിങ് വരിക. എ ബി എ ബി, പിന്നെ അടുത്ത കോട്രൈൻ വരിക ബി സി ബി സി, പിന്നെ അടുത്തതോ സി ഡി സി ഡി ഇ ഇ. കഴിഞ്ഞു. അത്രേ ഉള്ളൂ. 3 കോട്രൈനും ഒരു കപ്ലറ്റും. ഓക്കെ, ഇതാ കൊടുത്തിട്ടുണ്ട്. The Spenserian stanza is a poetic form named after the English poet Edmund Spenser, who used it extensively in his epic poem The Faerie Queene. It is a variation of the traditional English heroic stanza. പിള്ളേർ വായിക്കൊന്നും വേണ്ട, പഠിപ്പിച്ചെന്നുള്ള ഞാൻ. ഇതിൽ എത്ര ലൈൻസ് ഉണ്ടാവും? ഫസ്റ്റ് 8 lines are written in iambic pentameter, while the last line is in Alexandrian, written in the iambic hexameter. Iambic hexameter അല്ലെങ്കിൽ എന്ത് വിളിക്കുമ്പോൾ നമ്മൾ അലക്സാൻഡ്രിയൻ എന്നും വിളിക്കാറുണ്ട്, മറന്നു പോകരുതേ. അടുത്ത ക്വസ്റ്റ്യൻ. ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലൻറ്റ് ഈസ് എൻ എസ്സേ ബൈ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, T.S. Eliot. വെരി ഗുഡ്. ഇനി ഇതിൽ എന്താ പറയണമെന്ന് വെച്ചാൽ, ഞാൻ ഇങ്ങനെ പറഞ്ഞത് ഈ ക്വസ്റ്റ്യൻ പി വൈക്കിന് മെച്ചം എന്താ പറയുക, പി വൈക്ക് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട അതിന് ചെറിയ ഐഡിയയും കൂടി ഞങ്ങൾക്ക് തരുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ കേട്ടോ. അപ്പോൾ അതും കൂടി ജസ്റ്റ് നോക്കിയിട്ട് പോവാം. ഓക്കെ. ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലൻറ്റ് ഈസ് എൻ എസ്സേ ബൈ T.S. Eliot, published in which year? 1919. In the essay, Eliot argues that the poet must possess the historical sense and that present moment is always informed by the past. ഇയാൾ പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കൊരു പുതിയൊരു സംഭവം ഒന്നും കണ്ടെത്തി എഴുതാൻ പറ്റില്ല. നമ്മളെ പഴമക്കാർ അല്ലെങ്കിൽ നമ്മളെ പിന്നിലുള്ള പ്രൊസീഡേഴ്സ് എഴുതി എന്താണോ അത് നമ്മൾ ഫോളോ ചെയ്ത് പോകണം. ട്രഡീഷൻ നമ്മൾ ഫോളോ ചെയ്ത് പോകണം. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു പുതിയൊരു പോയം എഴുതാൻ പറ്റില്ല, പുതിയൊരു ഫോം ഇൻവെൻറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, ഒരു പോയം അല്ലെങ്കിൽ ഒരു പോയട്രി നമ്മൾ അസസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇറ്റ് വാസ് കമ്പയർഡ് ടു ഓൾഡസ്റ്റ് ഫോം ഓഫ് പോയട്രി. അതായത് പണ്ട് എഴുതിയ ആൾക്കാരെ ആ പോയട്രിയുമായിട്ട് എന്ത് ചെയ്ത് നമ്മളെ പോയം കമ്പയർ ചെയ്യുക. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും ഒരു ഹിസ്റ്റോറിക്കൽ സെൻസ് നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും കീപ്പ് ചെയ്യണം. അതാണ് ഏറ്റവും നല്ലതെന്ന് ആര് പറഞ്ഞത്? T.S. Eliot. He also contends that the poet's work should be evaluated in the context of the entire literary tradition rather than in isolation. ഇയാൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ പോയട്രി സംഭവം എന്ത് ചെയ്യണം, അസസ് ചെയ്യേണ്ടത്, വാല്യൂ ചെയ്യേണ്ടത് എങ്ങനെയാണ്, പഴയ കാലത്തെ ആളുകൾ എഴുതിയ പോയംസുമായി ബന്ധപ്പെടുത്തിയാണ് നമ്മൾ അസസ് ചെയ്യേണ്ടത്. അല്ല ഒരിക്കലും എന്തെങ്കിലും ഐസൊലേഷനായിട്ട് ഒറ്റ പോയായിട്ടില്ല നമ്മളതിൽ കാണുന്നത്. നമ്മളെല്ലാം പണ്ട് എഴുതിയ എല്ലാ പോയംസും ഒരു ഇത് ചെയ്തിട്ട് വേണം നമ്മൾ ഈ പോയത്തിന് നമ്മൾ എന്ത് ചെയ്യാൻ വാല്യൂ ചെയ്യാൻ കേട്ടോ. Eliot advocates for the impersonal theory of poetry where the poet's own emotions and experiences are subsumed by the poem's artistic structure. Overall, the essay is considered by a key text in the modernist literary theory. അതായത് ഇംപേഴ്സണൽ തിയറി ഓഫ് പോയട്രി ഉണ്ടല്ലോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പഠിച്ചിട്ടുണ്ടാവില്ല ഈ സാധനം. ഇംപേഴ്സണൽ തിയറി ഓഫ് പോയട്രി എന്താ? ഇംപേഴ്സണൽ തിയറി ഓഫ് പോയട്രി എന്താ? വാട്ട്സ് ദി മീനിങ് ഇംപേഴ്സണൽ തിയറി ഓഫ് പോയട്രി? പറഞ്ഞൂടി ഇങ്ങോട്ട്, എന്താ സംഭവം? അതായത് നമ്മൾ എന്തെങ്കിലും കഥ കവിത നമ്മൾ ഇമോഷൻസ് അതിൽ ഉൾപ്പെടുത്താൻ പാടില്ല, അത്രേ ഉള്ളൂ സംഭവം, വേറൊന്നുമില്ല. അതായത് വേർ ദ പോയറ്റ്സ് ഓൺ ഇമോഷൻസ് ആൻഡ് എക്സ്പീരിയൻസസ് ആർ സബ്സ്യൂംഡ് ബൈ ദ പോയംസ് ആർട്ടിസ്റ്റിക് സ്ട്രക്ചർ. അത് നമ്മൾ സബ്സ്യൂം ചെയ്യണം. നമ്മളൊരിക്കലും നമ്മളെ ഇമോഷൻസോ അല്ലെങ്കിൽ നമ്മളെ എക്സ്പീരിയൻസോ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ പോയത്തിലോ നമ്മളെ പോയട്രി സെക്ഷനിൽ ഉൾപ്പെടുത്താൻ പാടില്ല. ദാറ്റ് ഈസ് കോൾഡ് വാട്ട്? ഇംപേഴ്സണൽ തിയറി ഓഫ് പോയട്രി. ഇനി മറക്കുമോ? മറന്നാൽ നമുക്ക് മറക്കാമല്ല. എന്താ
പിക്ക് ഔട്ട് ദ റെക്ടറിക്കൽ ക്വസ്റ്റ്യൻ. ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ ഫിഗർ ഓഫ് സ്പീച്ച് സമയത്ത്. ഫിഗർ ഓഫ് സ്പീച്ചും എടുത്തണോ? ഫിഗർ ഓഫ് സ്പീച്ചിൻ്റെ ടെക്സ്റ്റ് സെക്ഷന് എടുത്തണോ ഇല്ലേ? ഇല്ല. അപ്പോൾ ഫിഗർ ഓഫ് സ്പീച്ച് എടുക്കാണ്ടല്ലേ. ദെൻ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് റെക്ടറിക്കൽ ക്വസ്റ്റ്യൻ? എന്താ റെക്ടറിക്കൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ സാധനം എന്താ? വാട്ട് ഡസ് ഇറ്റ് മീൻ? റെക്ടറിക്കൽ ഒരു ആൻസർ പ്രതീക്ഷിക്കാതെ ചോദിക്കുന്ന ചോദ്യം അല്ലേ? അതാണ് എന്ത് റെക്ടറിക്കൽ ക്വസ്റ്റ്യൻ. ഇതിലേതാ അങ്ങനെ വരുന്നത്? ആർ യു കമ്മിങ്? ആൻസർ ഉണ്ടാവുമോ? ഉണ്ടാവില്ലേ? ഉണ്ട്. അടുത്തത് വൈ ആർ യു ലേറ്റ്? ആൻസർ ഉണ്ടോ ഇല്ലേ? ദെൻ എ സ്ക്രൂ ഡ്രൈവർ. ആൻസർ ഉണ്ടോ ഇല്ലേ? ഉണ്ട്. അടുത്തത് ഹൂ വുഡ് ലൈക്ക് ടു ലിവ് എ പുവർ ലൈഫ്? ആൻസർ ഉണ്ടോ ഇല്ലേ? ഇല്ല. അപ്പൊ ആൻസർ എന്താണ്? A rhetorical question is a figure of speech where a question is posed not to elicit a direct answer but to emphasize a point, create dramatic effect or engage the audience attention. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ സാധാരണ ഈ സാധനം ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇതിന് വേണ്ടിയിട്ടാണ്, ഒരു എംഫസൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് കേട്ടോ. അത് പ്രത്യേകിച്ച് ഒരു ആൻസർ പ്രതീക്ഷിക്കാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. അതിൻ്റെ താഴെ ഓപ്ഷൻസ് കൊടുത്തതിന് ഇത് കൊടുത്തിട്ടുണ്ട്. എന്ത് അതിൻ്റെ നമ്മുടെ എന്താ പറയുക എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഹൂ ഡസൻ വാണ്ട് ടു ബി ഹാപ്പി? ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? മറ്റേ നമ്മളെ ഏതോ ഫിലിമിൽ പറയുമല്ലോ അല്ലേ, ഫിലിം തുടങ്ങുന്ന സമയത്തുള്ള ഇതാണല്ലേ, ആരും സന്തോഷം ആഗ്രഹിക്കാത്തത് എന്നിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഈസ് ദ പോപ്പ് കാത്തലിക്? പോപ്പ് കാത്തലിക് ആണോ? അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാൻ പാടില്ല അല്ലേ. അടുത്തത് വിച്ച് ഓഫ് ദി ഫോളോയിങ് കൺസെപ്റ്റ് ഈസ് നോട്ട് കോൺട്രിബ്യൂഷൻ ഓഫ് ഫ്രൂയിഡ്? സിഗ്മണ്ട് ഫ്രൂയിഡിൻ്റെ കോൺട്രിബ്യൂഷൻസ് അല്ലാത്ത ഏതാ? ഇത് നമ്മളെ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ടതല്ല, ഇത് നമ്മുടെ ഇതുണ്ടല്ലോ, ഇത് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഏതാണ് ഇതിൽ അതുമായി ബന്ധപ്പെടാത്തത്? ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ് അല്ലേ? അയാളുടെ സാധനമല്ലേ? ആണോ? അടുത്തത് കൺസെപ്റ്റ് ഓഫ് ഇൻഫിനിറ്റ് സെക്ഷുവാലിറ്റി അയാളുടേതല്ലേ? അയാളുടെ ബുക്കുകൾ നോക്കുക. ദ തിയറി ഓഫ് ദി അൺകോൺഷ്യസ് അയാളുടെ ബുക്കാണ്. ബി ആണ്. ദ ഐഡിയ ഓഫ് ദി മെയിൽ ഗേസ് ആണ്. ഐഡിയ ഓഫ് മെയിൽ ഗേസ് ആര് വെക്കാം? ഹൂ കോയിൻഡ്? ലോറ മുൽവേ കേട്ടോ. ലോറ മുൽവേ എഴുതിയ ഒരു ടേമാണ് ഈ ഐഡിയ ഓഫ് മെയിൽ ഗേസ് എന്ന് പറയുന്ന സാധനം. ഇൻ ഹെർ എസ്സേ വിഷ്വൽ പ്ലഷർ ആൻഡ് നെറേറ്റീവ് സിനിമ, Mulvey argued that mainstream Hollywood films are structured around a heterosexual male point of view in which the female character is often objectified and sexualized for the male viewer's gaze. അതായത് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ സമയത്തുണ്ടായിരുന്ന ഓൾമോസ്റ്റ് എല്ലാ സിനിമകളായിക്കോട്ടെ എല്ലാ വർക്കുകളും ഫീമെയിലിനെ ഒരു സെക്ഷൽ ഒരു സബ്ജക്റ്റിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്, പണ്ട് മാത്രമൊന്നുമല്ല. ഇപ്പോഴും നമുക്ക് ഏത് സിനിമ എടുത്തു കഴിഞ്ഞാലും ഒരു മെയിൽ ഡോമിനൻസ് അല്ലെങ്കിൽ പാട്രിയാർക്കൽ ഒരു സൊസൈറ്റിയാണ് ഇപ്പോഴും. എത്ര മാറിയെന്ന് പറഞ്ഞാലും അത് മാറിയിട്ടില്ല. മാറിക്കണോ? നിങ്ങൾ പറയും? ഇല്ല. അത് നമ്മളെ വീട്ടിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യമാണ് അല്ലേ? നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ ആ ഒരു സംഭവം നമുക്ക് മനസ്സിലാക്കിയെടുക്കാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. എൻ്റെ വൈഫിന് കല്യാണം കഴിച്ച സമയത്ത് ഞാൻ തീരെ താല്പര്യമില്ലാതെ പോയതിനാളെ പെണ്ണാണാൻ വേണ്ടിയിട്ട്. എനിക്ക് വേറെ അഫയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും നടന്നില്ല കണ്ടപ്പോൾ വേറെ ഓപ്ഷൻ ഇല്ല, വീട്ടുകാരുടെ സമ്മതത്തിന് വഴങ്ങുന്ന ഓപ്ഷൻ ഇല്ലല്ലോ. അങ്ങനെ സമ്മതത്തിന് വഴങ്ങുള്ള പെണ്ണ് കാണാൻ പോയി. പെണ്ണ് അവൾക്കും എന്നെ ഇഷ്ടമില്ലായിരുന്നു ആദ്യം കേട്ടോ. അങ്ങനെ പക്ഷേ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് വേറെ ഓപ്ഷൻ നമ്മൾ ഒരുമിച്ച സമയത്ത് അവൾക്ക് കുറച്ച് വാക്കുണ്ട്. എന്ത്? ഞാൻ നിൽക്കുന്നതിനേക്കാളും കുറച്ച് ഒരു മുകളിൽ നീ നിൽക്കണം എന്ന് പറഞ്ഞ സിസ്റ്റം ഉണ്ട്. ആ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ എത്തണം. അതായത് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല. ഞാൻ എന്നെ കുറേ പൊക്കി പറഞ്ഞില്ല കേട്ടോ. ഞാൻ പറഞ്ഞോളൂ, ഞാൻ ഇപ്പോൾ HSC കയറി നീ എന്തെങ്കിലും HSC ആവണം. അതിനോട് B.Ed കൊണ്ട് ചേർത്ത് ഞാൻ പഠിക്കാൻ നല്ല കഴിവുള്ള കുട്ടിയാണ് അവൾ. ഇവിടെത്തുമെന്ന് വിചാരിക്കണം, എത്തട്ടെ എന്തായാലും. അപ്പോൾ ആ ഒരു മെൻറ്റാലിറ്റി മാറണം നമ്മുടെ സമൂഹത്തിൽ നിന്ന്. ഇപ്പോൾ നിങ്ങളുടെ വീടുകളൊക്കെ ഉണ്ടാവും ആ ഒരു മെൻറ്റാലിറ്റി ഇല്ലേ? ഇപ്പോൾ എൻ്റെ വീട്ടിലെ മെൻറ്റാലിറ്റി, എൻ്റെ ഉമ്മാക്ക് മെൻറ്റാലിറ്റി നല്ലോണം ഉണ്ട്. എൻ്റെ ഉമ്മ എന്തെങ്കിലും വീട്ടിൽ എന്തെങ്കിലും സാധനം ഉണ്ടായി കഴിഞ്ഞാൽ, എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കാണ് കൂടുതൽ തരാം. ഇപ്പോൾ വീട്ടിൽ പെങ്ങന്മാരുണ്ടെങ്കിലോ അല്ലെങ്കിൽ വീട്ടിൽ അനിയത്തിമാർ പഴയ ആൾക്കാർക്ക് എന്നല്ല, ഇപ്പോഴത്തെ കുറേ പുതിയ ആൾക്കാർക്ക് സംഭവം കുറേയൊക്കെ അങ്ങനെ തന്നെയാണ്. വേറെ കാര്യം അത് ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. അത് എത്ര മാറിയെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ 1890s പഠിക്കുന്ന സാധനമാണ്. അതിപ്പോഴും ഉണ്ട്, അതിപ്പോഴും നല്ല എല്ലാ കാലത്തും ഉണ്ടാവും. അത് മാറ്റുന്നതാണ് നമ്മളാണ് മാറ്റാൻ ശ്രമിക്കുക. മാറ്റാൻ പറ്റാത്ത കാര്യമൊന്നുമില്ല, മാറ്റാൻ ശ്രമിച്ചാൽ മാറ്റാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇയാൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ സിനിമകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു സെക്ഷൽ സംഭവങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത് ലേഡീസിനെ നമ്മൾ കാര്യമായിട്ടൊക്കെ ഉപയോഗിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്കിപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ വരുന്ന എല്ലാ സിനിമയിലും അങ്ങനത്തെ സംഭവങ്ങൾ
അപ്പോൾ ആ ഒരു സിസ്റ്റമാണ് ഐഡിയ ഓഫ് മെയിൽ ഗേസ് എന്ന് പറയുന്നത്. ബൈ ഹൂം? ലോറ മുൾവേ. കോ വിച്ച് ഈസ് എ പ്രിഫിക്സ് യൂസ് ടു ഫോം ദ ഓപ്പോസിറ്റ് ഓഫ് ദി ഓറിയൻറ്റഡ്. ഓറിയൻറ്റഡിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന വേർഡ് ഏതാ? ഇൻഓറിയൻറ്റഡ് ആണോ, ഡി ഓറിയൻറ്റഡ് ആണോ, ഡിസ്ഓറിയൻറ്റഡ് ആണോ, നോൺ ഓറിയൻറ്റഡ് ആണോ? ഡിസ്ഓറിയൻറ്റഡ്. വെരി ഗുഡ്. അടുത്ത റോബർട്ട് ബ്രൗണിംഗ് ഈസ് എ പോയറ്റ് ഓഫ് വിക്ടോറിയൻ പീരീഡ്. ഇതിനെ പറഞ്ഞ ഓർമ്മ ഉണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഓർമ്മ ഉണ്ടോ? പീരീഡുകളിൽ പഠിച്ചോന്ന് പറഞ്ഞ ഓർമ്മ ഉണ്ടോ? അങ്ങനത്തെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കണം കേട്ടോ. വിക്ടോറിയൻ പീരീഡിലെ റൈറ്ററാണ് ആരെ? റോബർട്ട് ബ്രൗണിംഗ്. വിക്ടോറിയൻ പീരീഡ് എന്തായിരുന്നു? Victorian period refers to the period of British history during the reign of Queen Victoria, which lasted from 1837 to 1901. This period is often characterized as a time of great industrial, social and cultural change marked by significant advances in technology, commerce and communications. ഈ വിക്ടോറിയൻ പീരീഡിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ വിക്ടോറിയൻ ഒരു പേര് ടേം അറിയില്ല നമ്മളെന്താ വിക്ടോറിയൻ മറന്നുപോയി. വിക്ടോറിയൻ കൺഫ്യൂഷൻ, മൊറാലിറ്റി അല്ല, വിക്ടോറിയൻ കൺഫ്യൂഷൻ അല്ല, ഒരു ടേം മാത്യുവിനോട് കോയിഞ്ഞൊരു ടേം ഉണ്ട്, മറന്നുപോയി ഞാൻ. വിക്ടോറിയൻ സൊസൈറ്റിൻ്റെ പ്രത്യേകത എന്താ? അതിന് മുന്നേ എന്തായിരുന്നു അവരുടെ ലൈഫ്? നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന വർക്ക് പഠിച്ചിട്ടുണ്ടോ? ചാൾസ് ഡാർവിൻ്റെ. അതെപ്പോഴാണ് വരുന്നത്? അതെപ്പോഴാണ് പബ്ലിഷ് ചെയ്യുന്ന വർക്ക്? പരിണാമശാസ്ത്രമോ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറഞ്ഞ വർക്കുണ്ട്. ആ വർക്കാണ് നമ്മൾ വിക്ടോറിയൻ ലിറ്ററേച്ചർ, വിക്ടോറിയൻ സൊസൈറ്റിയുടെ ഒരു സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത്. അതുവരെ എന്തായിരുന്നു അവർക്ക്? മെയിൻ ദൈവമായിരുന്നു. പടച്ചോല്ല, മെയിൻ അവരുടെ അറ്റ്മോസ്റ്റ് മെയിൻ തീം എന്ന് പറയുന്നത് റിലീജിയൻ ആയിരുന്നു. ആ റിലീജിയൻ എന്ത് പറയുന്നു അതാണ് അവരുടെ സംഭവം. റിലീജിയനിൽ പറഞ്ഞാൽ എങ്ങനെയായിരുന്നു? ദൈവം മനുഷ്യനുണ്ടാക്കി, അങ്ങനെ മണ്ണിലൊന്നും ഒരു കോൺസെപ്റ്റാണ് അതിനുണ്ടായിരുന്നത്. മതവുമായി കൂട്ടിപ്പെടുത്തി പറയല്ല കേട്ടോ, ഞാൻ ക്ലാസ് പഠിക്കുന്ന സമയത്ത് പറയുന്നത് മാത്രം. പക്ഷേ അതിന് ശേഷമാണ് ഈ ഇയാളുടെ ഈ ബുക്ക് വരുന്നത്, ഒറിജിൻ ഓഫ് സ്പീഷീസ് വരുന്നത്. പക്ഷേ ഇതിൽ പറഞ്ഞത് എന്തായിരുന്നു? മനുഷ്യൻ എന്താണ് എവല്യൂഷൻ വഴിയാണ് മനുഷ്യൻ ഈ കോളേജിൽ എത്തിയെന്ന് പറഞ്ഞത് അല്ലേ. അപ്പോൾ അതെന്ത് ചെയ്തു? ഒരു വിക്ടോറിയൻ ഒരു കൺഫ്യൂഷൻ, ഒരു ടേം മാത്യുവിനോട് കോയിൻ ചെയ്തിട്ടുണ്ട് മറ്റേ ഇയാളുടെ ആ വർക്കിൽ. ഈ ഡോവർ ബീച്ചൊക്കെ ആ കറക്റ്റ് പറയുന്ന ആ ഒരു ഡോവർ ബീച്ചിൻ്റെ തീം എന്താണ്? ഈ വിക്ടോറിയൻ സൊസൈറ്റിയിൽ വരുന്ന റിലീജിയസ് ആയിട്ട് ആളുകൾ റിലീജിയനിൽ നിന്നും മാറിപ്പോകുന്ന സിസ്റ്റം പറയുന്നൊരു വർക്കാണ് മാത്യുവിനോട് ഡോവർ ബീച്ച്. ഡോവർ ബീച്ചിൽ എന്താ? ഡോവർ ബീച്ചിൽ തൻ്റെ ഭാര്യയും മൊത്തം ഹണിമൂൺ ആഘോഷിക്കാൻ പോകുന്നതാണ് മാത്യുവിനോട്. അപ്പോൾ ഡോവർ എന്ന് പറയുന്ന ആ ഒരു നദിയുടെ ആ ഒരു സീ സൈഡിൻ്റെ അടുത്തിരുന്നുകൊണ്ട് തൊട്ടപ്പുറത്തെ രാജ്യമായ ഫ്രാൻസിലെ ഒരു ഗ്ലീമിങ് ലൈറ്റ്, ഒരു ലൈറ്റ് ഇങ്ങനെ മിന്നി കത്തുന്നുണ്ട്. അപ്പോൾ അതിനോട് ഭൂമിക്കുകയാണ്. ആ മിന്നി കത്തുന്ന എന്താ? റിലീജിയനാണ്. റിലീജിയൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഡിമിനിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന പറഞ്ഞാൽ അവർ പോയാണ് ഡോവർ ബീച്ച് എന്ന് പറഞ്ഞാൽ പോയ. നമുക്ക് ഇതിൽ സിലബസിൽ വരുന്നൊരു പോയാണ്, അത് സിലബസിൽ വരുന്ന പോയാൽ. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ ആ സമയത്ത് ഇൻഡസ്ട്രിയലൈസേഷൻ വരുന്നു, അതുപോലെ ഒരുപാട് ചേഞ്ച് വരുന്നുണ്ട് നമ്മളെ ഇംഗ്ലണ്ടിന് ആ സമയത്ത്. അതുകൊണ്ടാണ് നിങ്ങൾ വിക്ടോറിയൻ സൊസൈറ്റി വിളിക്കുന്നത് കേട്ടോ. ദിസ് വിക്ടോറിയൻ ഇറ വാസ് ഓൾസോ മാർക്ക്ഡ് ബൈ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് ഇൻ സോഷ്യൽ ആറ്റിറ്റ്യൂഡ് ആൻഡ് കൾച്ചറൽ വാല്യൂസ്, ഇൻക്ലൂഡിംഗ് എ ഗ്രോത്ത് എംഫസൈസ്ഡ് ഓൺ ഇൻഡിവിജ്വലിസം, എ റിവൈവൽ ഓഫ് റിലീജിയസ് ഫെയ്ത്ത് and a renowned interest in traditional values and morality. The literature of the Victorian era was marked by a variety of styles and genres, including the novels of Charles Dickens, the poetry of Alfred Lord Tennyson, and the works of Bronte sisters. The period also saw the emergence of important scientific and philosophical movements, including Darwin's theory of evolution and the rise of utilitarianism. Okay. പിന്നെ വിക്ടോറിയൻ പീരീഡിലെ കുറച്ച് റൈറ്റേഴ്സിനെ കൊടുത്തിട്ടുണ്ട്. ചാൾസ് ഡിക്കിൻസ് ആണ്. അടുത്ത് ചാർലസ് ബ്രോണ്ടി സിസ്റ്റേഴ്സിന് മറ്റാളായിരുന്നു ഷാർലറ്റ് ബ്രോണ്ടി. അനദർ വൺ ഒരു ബ്രോണ്ടി ഉണ്ടല്ലോ, ആരാ? എമിലി ബ്രോണ്ടി വർക്ക് ആർക്കും അറിയാമോ? ഫേമസ് വർക്ക് ഉണ്ട്, നമുക്ക് പഠിക്കാനുള്ളതായിരുന്നു. ഡിഗ്രിയിലും പി ജിയിലും പഠിക്കാനുള്ള വർക്ക് ഉണ്ട്. ഏത്? വുതറിംഗ് ഹൈറ്റ്സ് അല്ലേ, വതറിംഗ് ഹൈറ്റ്സ് പറഞ്ഞ വർക്ക് അല്ലേ? ഹീത്ത് ക്ലിഫിൻ്റെ ആ ഒരു വർക്ക് അല്ലേ? ഹീത്ത് ക്ലിഫിൻ്റെ ആ ഒരു സ്റ്റോറി അല്ലേ? അപ്പോൾ ബ്രോണ്ടിയുടെ വർക്ക് ഓർത്ത് വെക്കാം കേട്ടോ. പിന്നെ അടുത്ത് വില്യം മാക്പീസ്, ജോർജ് എലിയറ്റിൻ്റെ വർക്ക് ഏതാ? ജോർജ് എലിയറ്റിൻ്റെ ഒരു ഇതുണ്ട്, മറ്റേ അയാളുടെ പെൻ നെയിം ഓർത്ത് വെക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണത്. എന്താ? മാരി ആൻഡ് ഇവാൻസ്. വൈ ഹി യൂസ് എ പെൻ നെയിം ലൈക്ക് ദിസ്? എന്തുകൊണ്ടായിരിക്കണം ജോർജ് എലിയറ്റ് ഇങ്ങനൊരു ഇതെടുത്തത്? അറിയാർക്കെങ്കിലും? എന്തുകൊണ്ടായിരിക്കും ജോർജ് എലിയറ്റ് പറഞ്ഞ ഈ റൈറ്റർ അങ്ങനെ മേരി ആൻഡ് ഇവാൻസ് എന്നൊരു പെൻ ഉപയോഗിച്ചത്?
ജോർജ് എലിയറ്റ് എന്തായിരുന്നു? ആണോ പെണ്ണാ? ആളെ പേര് നോക്കണ്ട കേട്ടോ നിങ്ങൾ. ജോർജ് എലിയറ്റ് അല്ല സർ, പെൻ നെയിം. ജോർജ് എലിയറ്റ് ആണ് പെൻ നെയിം. മാരിയാൻ ഇവാൻസ് ആണ് അദ്ദേഹത്തിൻ്റെ റിയൽ നെയിം കേട്ടോ. മാരിയാൻ ഇവാൻസ് ആരായിരുന്നു? ഷീസ് എ വുമൺ റൈറ്റർ ആയിരുന്നു മാരിയാൻ ഇവാൻസ് അല്ലേ. അറ്റ് ദാറ്റ് ടൈം വുമൻസ് ആർ നോട്ട് അലൗഡ് ടു റൈറ്റ് സംതിങ് ആൻഡ് ടു പബ്ലിഷ് സംതിങ്. ആ സമയത്ത് അവർക്ക് ഒന്നിനുള്ള റൈറ്റ് ഇല്ലായിരുന്നു. പെട്രിയോട്ടിക് സൊസൈറ്റിയുടെ ഭാഗമായിട്ട് ഒരു സാധനമായിരുന്നു. അതുകൊണ്ടാണ് ദാറ്റ്സ് വൈ ഷീ യൂസ്ഡ് എ പെൻ നെയിം ജോർജ് എലിയറ്റ്. അവിടെ പെൻ നെയിമാണ് ജോർജ് എലിയറ്റ്. അവിടെ കറക്റ്റ് നെയിം എന്തായിരുന്നു? മാരിയാൻ ഇവാൻസ് ആണ് കേട്ടോ. പിന്നെ ടെന്നീസിൻ്റെ വർക്ക് കൂടെ പഠിക്കാണ്ടൊക്കെ വരും. പോയറ്റ് ലോറേറ്റ് ആയിരുന്നു 1850. മറന്നു പോകണ്ട. പോയറ്റ് ലോറേറ്റ് എന്താ? നമ്മൾ ആസ്ഥാന കവി എന്നൊക്കെ പറയില്ലേ. നമ്മളിപ്പോൾ നിലവിലുള്ള ഒരു സിസ്റ്റം ഉണ്ടാവുമല്ലോ, നമ്മൾ പഴയ ഈ രാജ ഇതിലൊക്കെ ഉണ്ടാവുമല്ലോ, ആസ്ഥാന കവികൾ ഉണ്ടാവുമല്ലോ. അതിൽ ഏറ്റവും ആസ്ഥാന കവിയെ വിളിക്കുന്ന പേരാണ് പോയറ്റ് ലോറേറ്റ് കേട്ടോ. പോയറ്റ് ലോറേറ്റ് ആയിരുന്നു ഇൻ 1850. ഹീസ് വർക്ക്സ് ഇൻക്ലൂഡ് ദി ചാർജ് ഓഫ് ദി ലൈറ്റ് ബ്രിഗേഡ് ഇൻ മെമ്മോറിയം AHH. ഇൻ മെമ്മോറിയം AHH ആരുടെ വർക്കാണ്? അത് എന്താ എലജിയാണോ, എന്താ ഓടാണോ, എന്താ സംഭവം? ഇൻ മെമ്മോറിയം ഓഫ് AHH ഇറ്റ്സ് എ എലജി ആണ് കേട്ടോ. ഹി മോൺ ദ ഡെത്ത് ഓഫ് ആദർ ഹെൻറി ഹാലം, ഹീസ് ഫ്രണ്ട്. ഇൻ മെമ്മോറിയം ആദർ ഹെൻറി ഹാലാണ് നെയിമിൻ്റെ ഇതിൻ്റെ ഫുൾ ഫോം. പിന്നെ ബ്രൗണിങ് ഉണ്ടായിരുന്നു. ഫിഗർ വിക്ടോറിയൻ പോയട്രി ആണ്. ബ്രൗണിങ്സ് വർക്ക്സ് ഓഫൻ എക്സ്പ്ലോർ ദ ഫിസിക്കോളജി സൈക്കോളജി ഓഫ് കോംപ്ലക്സ് ക്യാരക്ടേഴ്സ് ആൻഡ് ഫ്യൂച്ചർ ഓസ്കർ വൈൽഡ് ഇമ്പോർട്ടൻസ് ബീയിങ്സ്റ്റ് ആൻഡ് പിക്ചർ ഓഫ് ഡോറിയൻ ഗ്രേ. പിക്ചർ ഓഫ് ഡോറിയൻ ഗ്രേ ഒറ്റ നോവലാണ് കേട്ടോ. പിക്ചർ ഓഫ് ഡോറിയൻ ഗ്രേ എന്നുള്ളത് ഓസ്കർ വൈൽഡിൻ്റെ ഒറ്റ നോവലാണ്. ആ ഒരൊറ്റ നോവൽ മാത്രമേ ഓസ്കർ വൈൽഡ് എഴുതിയിട്ടുള്ളൂ, ബാക്കിയുള്ളൊക്കെ പ്ലേകളാണ് കേട്ടോ. പിന്നെ പ്രീ-റാഫേൽ ബ്രദർഹുഡ് വാസ് എ ഗ്രൂപ്പ് ഓഫ് ആർട്ടിസ്റ്റിക് ആൻഡ് റൈറ്റേഴ്സ് ഹു ഫോം ദ ലണ്ടൻ. ഇത് നമുക്ക് അടുത്ത സ്ലൈഡിൽ വരുന്നുണ്ട്. പിന്നെ അപ്പോൾ അടുത്ത് നോക്കാം. Dadaism. The term denouement is the context of Shakespearean play refers to. Denouement എന്താണ്? റൈസിങ് ആക്ഷൻ ആണോ, അതോ എക്സ്പോഷൻ ആണോ, ഫൈനൽ ഔട്ട്കം ആണോ, ക്രൈസിൻ്റെ പ്ലേ ആണോ? ഡിനോമെ എന്താണ്? ഇതൊന്നും നിങ്ങൾക്ക് എത്തിയിട്ടുണ്ടാവില്ല അല്ലേ, അത് ഞാൻ പഠിപ്പിച്ചിട്ടില്ല. അത് ഷേക്സ്പിയറിയൻ പ്ലേ, അതായത് നമ്മളെ പോയറ്റിക്സ് എന്ന് അരിസ്റ്റോട്ടിൻ്റെ പോയറ്റിക്സിലെ കുറച്ച് ടേംസാണ്. ഡിനോമെ, റൈസിങ് ആക്ഷൻ, ഫോളിങ്, അതിൽ കുറേ പേരുകളുണ്ട്. എന്താണ്? ഫൈനൽ ഔട്ട്കമ്മിനെ വിളിക്കുന്ന പേരുണ്ട്. ഫൈനൽ ഔട്ട്കം ആണ് ഡിനോമ എന്ന് പറയുന്നത് കേട്ടോ. അതിൽ കുറച്ച് ഇത് കൊടുത്തിട്ടുണ്ട്. Denouement is a crucial element of Shakespearean plays as it brings closure to the various plot threads and characters actors have been developed throughout the story. It may involve the revelation of the hidden truth or unveiling the long held secrets. അതായത് ഒരു ലാസ്റ്റ്, അതായത് ഈ സീക്രട്ടുകളും ഫൈനൽ ഔട്ട്കംസുകളൊക്കെ റിവീൽ ചെയ്യുന്ന ആ ഒരു സമയത്ത് വിളിക്കുന്ന പേരാണ് നമ്മൾ ഡിനോമ വിളിക്കുന്നത് കേട്ടോ. പിന്നെ കുറച്ച് ഡിനോമെ അതേപോലെ കുറച്ച് ഇതാണ് നമ്മുടെ എന്ത് ടെക്നിക്സുകളാണ് യൂസ് ചെയ്യുന്നത്. അതിൽ ഓർത്ത് വെക്കണം, ഫോർ ഷാഡോയിങ് ഓർത്ത് വെക്കണം, അതുപോലെ തന്നെ ലാസ്റ്റ് വൺ ഫ്ലാഷ് ബാക്ക് ഓർത്ത് വെക്കണം. രണ്ടും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഫോർ ഷാഡോയിങ് എന്താ? This is a technique in which an author hints at events or information that will become important later in the story. It can create suspense and anticipation in the reader. അല്ലേ? അത് നമ്മൾ സിനിമയിലെ കണ്ടിട്ടുണ്ടാവും. ഫസ്റ്റ് തന്നെ കുറച്ച് എന്തെങ്കിലും ആ ഒരു നമ്മുടെ സിനിമ അവസാനിക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് അതിന് അർത്ഥം മനസ്സിലാവുള്ളൂ. ഫസ്റ്റ് കാണിച്ച അതിൻ്റെ അതാണ് ഫോർ ഷാഡോയിങ് എന്ന് പറയുന്നത് കേട്ടോ. ടെക്നിക് വിച്ച് an author hints at events or information that will become important later in the story. അതെന്ത് ചെയ്യും? ഒരു ഫസ്റ്റ് തന്നെ കൊടുക്കും. ശ്രദ്ധിച്ചിട്ടുണ്ട് അങ്ങനത്തെ പടങ്ങൾ? അതൊക്കെ കുറേ പടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ. സംഭവം കോൺസെപ്റ്റ് മനസ്സിലായോ? ഫോർ ഷാഡോയിങ് എന്ന് വെച്ചാൽ മനസ്സിലായോ? മൂവീസ് ഇത്രയേ ഉള്ളൂ സംഭവം. അത് ആദ്യം നോവലൊക്കെ കാണുന്ന സമയത്ത് ആദ്യം കുറച്ച് അതിൻ്റെ ലേറ്റർ, അതായത് അവസാനത്തിൽ സംഭവിക്കാൻ ചാൻസ് ഉള്ള സംഭവങ്ങൾ എന്ത് ചെയ്യും, അതിൻ്റെ ഒരു ഹിൻറ്റോ അല്ലെങ്കിൽ എന്ത് ചെയ്യും ആദ്യം കൊടുക്കും. അതിന് വിളിക്കുന്ന പേരാണ് ഫോർ ഷാഡോയിങ് കേട്ടോ. സിംബിളിസം എന്താണ്? നമ്മൾ കുറച്ച് സിംബിൾസ് ഒക്കെ യൂസ് ചെയ്യുന്നില്ല, അതാണ് സിംബിളിസം. ഇമേജറി ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ദിസ് ടെക്നിക് ഇൻവോൾവ്സ് ദ യൂസ് ഓഫ് ഡിസ്ക്രിപ്റ്റീവ് ലാംഗ്വേജ് ടു ക്രിയേറ്റ് വിവിഡ് മെൻറ്റൽ ഇമേജസ് ഇൻ ദ റീഡേഴ്സ് മൈൻഡ്. ഇറ്റ് ക്യാൻ ഹെൽപ്പ് ഇമേഴ്സ് റീഡർ ഇൻ ദ വേൾഡ് ഓഫ് ദി സ്റ്റോറി. നമ്മൾ ഇമേജ് ഉപയോഗിക്കുകയാണ് ഇമേജറി. പോയിന്റ് ഓഫ് വ്യൂ എന്താണ്? ഇത് റെഫേഴ്സ് ടു പെർസ്പെക്റ്റീവ് ഫ്രം വിച്ച് ഓഫ് ദി സ്റ്റോറി ഈസ് ടോൾഡ്. ഇറ്റ് ക്യാൻ ബി ഫസ്റ്റ് പേഴ്സൺ ഓർ തേർഡ് പേഴ്സൺ, ഒംനിഷ്യൻ നരേറ്റർ. പോയിന്റ് ഓഫ് വ്യൂ എന്താണ്? നമ്മൾ കഥ പറയുന്ന ആൾക്കാരുണ്ടാവില്ല, ഫസ്റ്റ് പേഴ്സൺ നരേറ്റീവ് ഉണ്ടാവും, സെക്കൻഡ് പേഴ്സൺ നരേറ്റീവ് ഉണ്ടാവും, ഒംനിഷ്യൻ ഉണ്ടാവും, നമ്മൾ പറയുന്ന ആൾ നമുക്ക് ആരും അറിയില്ല, അങ്ങനെ സംഭവമൊക്കെ ഉണ്ട്. അതിനെ കൊടുക്കുന്ന പേരാണ് പോയിന്റ് ഓഫ് വ്യൂ. ലാസ്റ്റ് വൺ ഐറണി എന്താണ്? ദിസ് ടെക്നിക് ഇൻവോൾവ്സ് ദ യൂസ് ഓഫ് ലാംഗ്വേജ് ടു കൺവേ എ മീനിങ് ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് ഓഫ് ഇറ്റ്സ് ലിറ്ററൽ മീനിങ്. For example, situational irony occurs when something happens that is opposite
ഓഫ് വാട്ട് ദ റീഡർ ഓർ ക്യാരക്ടർ എക്സ്പെക്ട്. അതായത് നമ്മൾ പറഞ്ഞതായിരിക്കില്ല അതിൻ്റെ മീൻ ചെയ്തത്, നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും മീൻ ചെയ്യുന്നതാവാം കേട്ടോ. അതാണ് ഐറണി എന്ന് പറയുന്ന ആ സാധനം. ലാസ്റ്റ് ആണ് ഫ്ലാഷ് ബാക്ക്. ദിസ് ടെക്നിക് ഇൻവോൾവ്സ് അറ്റ് എ ഷിഫ്റ്റ് ഇൻ ടൈം ഇൻ വിച്ച് നെറേറ്റീവ് മൂവ്സ്. വാട്ട് ഇസ് ദ ഫിഗർ ഓഫ് സ്പീച്ച് ഇൻ ദ എക്സ്പ്രഷൻ പുട്ട് യുവർ ഹെഡ്സ് ടുഗെദർ? നമുക്ക് ഫിഗർ ഓഫ് സ്പീച്ച് എടുത്തിട്ടില്ല അല്ലേ. ഇന്ന് ക്ലാസ് നമ്മൾ 8:30 നിർത്തും കേട്ടോ. 8:30 എനിക്ക് വേറെ ചെറിയൊരു മീറ്റിംഗ് ഉണ്ട്. അതുകൊണ്ട് 7:30 ഷെഡ്യൂൾ ചെയ്തത്. എന്താണ് പുട്ട് യുവർ ഹെഡ്സ് ടുഗെദർ? നിങ്ങളുടെ തലകളെല്ലാം കൂടി ഒരുമിച്ചിടൂ. അതിൻ്റെ അർത്ഥം എന്താ? ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം നമുക്കൊരു വർക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കൂടെ ശ്രമിച്ചാൽ എന്ത് ചെയ്യും, അതിനെന്തൊരു ഐഡിയ കണ്ടെത്താൻ പറ്റും അല്ലേ? അത് വിളിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ പുട്ട് യുവർ ഹെഡ്സ് ടുഗെദർ എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന ഒരു ഫിഗർ ഓഫ് സ്പീച്ച് എന്താ? ഒന്ന് ആലോചിച്ചു. സിനക്ഡക്കി ആണ് അല്ലേ. സിനക്ഡക്കി എന്ന് പറഞ്ഞാൽ എന്താ? സിനക്ഡക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പാർട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആ സാധനത്തിൻ്റെ ഒരു ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മളവിടെ എന്ത് ചെയ്യുന്നത് ഒരു മീനിങ് കണ്ടു. ഇവിടെ പുട്ട് ഹെഡ്സ് ടുഗെദർ എന്ന് പറഞ്ഞാൽ എന്താ? അതിന് തലയിടണമെന്നാണ് ഉദ്ദേശിച്ചത്? അല്ല, അവിടെ അത്രയും മനുഷ്യന്മാരെ ആ ഒരു എഫേർട്ട് എടുത്ത് എന്ത് ചെയ്യും, നമുക്ക് ഐഡിയ കിട്ടുന്ന ഉദ്ദേശിച്ചു കേട്ടോ. പുട്ട് ഹെഡ്സ് ടുഗെദർ. അവിടെ നമ്മളെല്ലാവരും തലയിട്ട് വെട്ടി വെക്കാന്നുള്ള അർത്ഥം ആണോ? അല്ല, അത് വിളിക്കുന്ന പേരാണ് സിനക്ഡക്കി. പിന്നെ എന്താ സിമിലി? എന്താ? ഡയറക്റ്റ് കമ്പാരിസൺ വിത്ത് യൂസ് ഓഫ് ലൈക്ക് ഓർ ആസ്. പേഴ്സോണിഫിക്കേഷൻ എന്താ? ഹ്യൂമൻ ആട്രിബ്യൂട്ട്സ് ഹ്യൂമൻ ആട്രിബ്യൂട്ട്സ് നോൺ ഹ്യൂമൻ തിങ്സിന് കൊടുക്കുന്നതാണ് പേഴ്സോണിഫിക്കേഷൻ. ഐറണി എന്താണ്? നേരെ ഓപ്പോസിറ്റ് ഉള്ള കാര്യങ്ങൾ പറയുന്നത് ഐറണി. അതായത് നമ്മൾ പറഞ്ഞതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അടുത്തത് വാട്ട് ഡസ് ദ വേർഡ് സാൻസ് മീൻ ഇൻ ലാബെല്ല ഡാം സെൻസ് മേഴ്സി? ഇതൊരു ജോൺ ക്രീസിൻ്റെ വർക്കാണ്. ലാബെല്ല ഡെയിം സാൻസ് മേഴ്സി. ഇതൊരു ഫ്രഞ്ച് വേർഡാണ് ഈ സാധനം. അതിൻ്റെ മീനിങ്ങാണ് ചോദിച്ചത്. സാൻസ് ദ ബ്യൂട്ടിഫുൾ ലേഡി വിത്തൗട്ട് മേഴ്സിയാണ് അതിൻ്റെ ഫുള്ള് അതിൻ്റെ ഇത് കേട്ടോ. അപ്പോൾ സാൻസ് ഏത് വരിക? ലാ എന്ന് പറഞ്ഞാൽ ദ. വിത്തൗട്ടാണ് ആൻസർ. വൺ ഓഫ് ദി പ്രൊമിനൻറ്റ് ഫിഗേഴ്സ് ഓഫ് ആർക്കിടൈപ്പൽ ക്രിറ്റിസിസം. ഇതൊക്കെ ഈ സാധനം നമ്മൾ ആർക്കിടൈപ്പൽ ക്രിറ്റിസിസം പേര് വെക്കുമ്പോൾ നമുക്ക് ആളെ പിടുത്തം കിട്ടും. നിങ്ങൾ ഡിഗ്രി പഠിച്ച ആൾക്കാരാണെങ്കിൽ ക്രിറ്റിസിസം പ്രൊഫഷണൽ വരുന്നൊരു പോയിൻ്റാണ് ആർക്കിടൈപ്പൽ ക്രിറ്റിസിസം ഒക്കെ. ആരാ? എത്താണ് മക്കളെ? നോത്രോ ഫ്രൈ അല്ലേ? നോത്രോ ഫ്രൈ. ഇത്ര ടെൻഷൻ അടിക്കാൻ പറ്റും. എന്താ? ജോൺ കീസ് ഡൈഡ് ഓഫ് ട്യൂബർ ക്ലോസിസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ. ബാക്കി നിങ്ങൾക്ക് നാളെ ക്ലാസ് ഉണ്ട്. പക്ഷേ നാളെ നൈറ്റ് ഞാൻ ട്രാവലിങ്ങിലായിരിക്കും. നാളെ നാട്ടിൽ പോകണം ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സിന് മുന്നേ വെക്കാൻ വല്ല വഴിയുണ്ടോ? അതിന് മുന്നേ ഡേ ടൈം പറ്റുമോ? ഡേ ടൈമിൽ എന്താ അവസ്ഥ? എപ്പോഴാ വെക്കല്? ടൈം പറഞ്ഞോളൂ. ഞാൻ എപ്പോഴും ഫ്രീ ആണ്. നിങ്ങളുടെ ടൈം വെച്ച് അറേഞ്ച് ചെയ്യാം. കാരണം ഇനി ക്ലാസ് നമ്മൾ സ്പെൻഡിങ് വെച്ച് കഴിഞ്ഞാൽ തീരുവില്ല. അതുകൊണ്ടാണ് കേട്ടോ. ഈ മാസം കൂടി തീർക്കും ക്ലാസ്. ഈ മാസം ക്ലാസ് തീർത്താൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത മാസം നിങ്ങൾക്ക് റിവിഷൻ ടൈം കിട്ടുള്ളൂ. ടൈം എപ്പോഴാണ് വേണ്ടി? മോർണിംഗ് വേണോ അതോ നൂൺ വേണോ? എപ്പോഴാണ് നിങ്ങളുടെ ടൈം വെച്ച് പറഞ്ഞാൽ മതി. നൂൺ മതി. നൂൺ ആകുമ്പോൾ ഒരു 12 o'clock വെച്ച് തന്നാലേ 12 to 12:45 വെച്ചാലോ? ഓക്കെ റൈറ്റ്. അപ്പോൾ നാളെ 12 to 12:45 ഉണ്ടാവും കേട്ടോ. ഇനി ക്ലാസ് കയറാൻ പറ്റുന്നത് നാളെ അവർക്ക് എന്ത് ചെയ്യാം, നമുക്ക് റെക്കോർഡ് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ശരി. സീ യു ടുമോറോ.